ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചക്കക്കുരുവും മുട്ടയും വെച്ച് ഒരു സൂപ്പർ പായസമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പായസം. ഇതുപോലെ ഒന്ന് കഴിച്ച് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 25ഓളം ചക്കക്കുരുവും ഒരു 150 ഗ്രാം മത്തയും ഞാനിവിടുത്തെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ചക്കക്കുരു നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയെടുത്ത നമ്മുടെ ഈ ചക്കക്കുരുവും അത് വേവാൻ ആവശ്യമായ വെള്ളവും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നമുക്കിത് വേവുന്നത് വരെ വിസിൽ അടുപ്പിക്കാം. ഞാനിവിടെ ഒരു 5 വിസിൽ അടുപ്പിച്ചിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി പായസത്തിലേക്കുള്ള തേങ്ങ നമുക്ക് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. ചിരവിയെടുത്ത നമ്മുടെ ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് പാകത്തിന് വെള്ളവും ഒഴിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 1-ാം പാലും 2-ാം പാലും വെവ്വേറെ നമുക്കൊന്ന് മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 6 അച്ചോളം ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം നന്നായി കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മുടെ ഈ മത്ത കഷ്ണങ്ങളും ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്ന നമ്മുടെ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം മാറ്റിയെടുത്ത് ഇതാ മിക്സിയുടെ ജാറിലേക്കിട്ട് ഞാനിതൊന്ന് ഗ്രൈറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഉരുളിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ചെറിയ പീസുകളാക്കിയ തേങ്ങാക്കൊത്ത് ഇതുപോലെ നെയ്യിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതേ നെയ്യിലേക്ക് ഇട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതും കോരി മാറ്റാം. ഇനി ഈ ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് മത്ത വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചക്കക്കുരു ഗ്രേറ്റ് ചെയ്തതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടും നന്നായി ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി തന്നെ നമുക്ക് മിക്സാക്കി കൊണ്ടിരിക്കാം. നന്നായി ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചക്കക്കുരുവും മത്തയും കൂടി നന്നായിട്ട് തവി വെച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ മത്ത കഷ്ണങ്ങളും ചക്കക്കുരുവും നന്നായി ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ പായസം വളരെയേറെ ഇഷ്ടപ്പെടും. പരിപ്പും അടപ്രഥമനും ഗോതമ്പുമല്ലേ നിങ്ങൾ കഴിക്കാറ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ മത്തയും ചക്കക്കുരുവും ഈ 2-ാം പാലും കിടന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്കൊന്ന് ഒഴിച്ച് മിക്സാക്കി കൊടുക്കാൻ. നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് വേണം ശർക്കര ഉരുക്കി അരിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ പൊടിച്ചത് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി മിക്സാക്കി ഉടഞ്ഞു വന്നു എന്നുറപ്പായാൽ നമുക്കിത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നന്നായി കുറുകി വന്നാൽ നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഇനി അധികം ഒന്നും തിള വരേണ്ട ആവശ്യമില്ല. ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി നമ്മുടെ ഈ പായസം. പത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ ഈ മത്തയും ചക്കക്കുരുവും വെച്ചിട്ടുള്ള ഈ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.